ഈ ഇൻ്റർവ്യൂ ചരിത്രം കുറിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എൻ്റെ കൂടെ ഇരിക്കുന്ന ആ വ്യക്തിയുടെ പ്രായം അതിന് തെളിവാണ്. 21 വയസ്സുള്ള താങ്കൾ 25 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭകയായി തീർന്നു എന്നുള്ളത് വളരെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് യു ലുക്ക് ഗുഡ് എന്ന് പറയുമ്പോഴല്ല, ബട്ട് യു സ്മെൽ ഗുഡ് എന്ന് പറയുമ്പോഴാണ്. ആ പെർഫ്യൂം അങ്ങോട്ട് എടുത്തിട്ട് ഒരു വീശലാണ്. അങ്ങനെയാണോ പെർഫ്യൂം അടിക്കേണ്ടത്? ഒരിക്കലും അല്ല. 21 അല്ലേ ഉള്ളൂ, എവിടെ എത്താനാ? കൂടിപ്പോയി കഴിഞ്ഞാൽ 2 കൊല്ലം പോവായിരിക്കും, അതിനുശേഷം ഇടിയുന്നു ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എൻ്റെ ബ്രാൻഡ് ആ ഒരു ലെവലിലേക്ക്, ഒരു ഇന്ത്യൻ ബ്രാൻഡ്, പ്രീമിയം ഇന്ത്യൻ ബ്രാൻഡ് എന്നുള്ള ആ ഒരു ലെവലിലേക്കാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മുടെ യുവതലമുറയിൽപ്പെട്ടവർ സംരംഭം തുടങ്ങുമ്പോൾ നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇന്ന് നമ്മൾ ന്യൂ ജനറേഷൻ എന്ന് വിളിക്കുന്ന ഈ തലമുറ സംരംഭങ്ങളുടെ പുറകെയാണ്. അവരിനി വളരണം, അവർ പുതിയ സംരംഭങ്ങൾ തുടങ്ങണം, അവർ വിജയിക്കണം എന്നാഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഒരാളാണ് ഞാനും. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഈ ഇൻ്റർവ്യൂ ചരിത്രം കുറിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എൻ്റെ കൂടെ ഇരിക്കുന്ന ആ വ്യക്തിയുടെ പ്രായം അതിന് തെളിവാണ്, അതിന് സാക്ഷിയാണ്. ഈ സ്പാർക്കുള്ള കഥ പറയാൻ എന്നോടൊപ്പം ഇരിക്കുന്നത് ദിൽന എന്ന യുവതിയാണ്. ദിൽന, സ്വാഗതം സ്പാർക്കിലേക്ക്. ഞാൻ ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഒറ്റ ചോദ്യത്തിലാണ് ഞാൻ തുടങ്ങുക. ദിൽനയുടെ പ്രായം എത്രയാണ്? 21 വയസ്സിലാണ് ഈ സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ താങ്കൾ വന്നിരിക്കുന്നത്. അതിനൊരു കാരണം ഉണ്ടാവും, എനിക്ക് ഉറപ്പാണ്. ദിൽനയുടെ നാട് എവിടെയാണ്? ഞാൻ ആക്ച്വലി ജനിച്ചതും വളർന്നതൊക്കെ കാലിക്കറ്റ് ആണ്. ഇപ്പോൾ കൊച്ചിയിൽ സെറ്റിൽഡ് ആണ്. പഠിച്ചതൊക്കെ എന്തായിരുന്നു? പഠിച്ചത് +2 വരെയാണ് പഠിച്ചത്. കമ്പ്യൂട്ടർ സയൻസ് മേജർ ആയിരുന്നു. അതിനുശേഷം ചെറിയൊരു കോഴ്സ് എടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പം ചെയ്യുന്ന ബിസിനസ്സിൽ. കോഴ്സ് എടുത്ത് അപ്പോൾ +2 കൂടി പഠനം നിർത്തി? അതെ. എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം? ഫാമിലിയിൽ കുറച്ച് ഹാർഡ്ഷിപ്സ് ഉണ്ടായിരുന്നു. ചില സിറ്റുവേഷൻസ് കാരണം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ഒബ്വിയസ്ലി എല്ലാ കുട്ടികളെയും പോലെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ഫാമിലിയെ സപ്പോർട്ട് ചെയ്യേണ്ട എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ? ഫാമിലിയെ സപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം വന്നു. ഞാൻ 18 ഇയേഴ്സ് തൊട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു 18 വയസ്സ് തൊട്ട് ദിൽന വർക്ക് ചെയ്യാണ്? അതെ. എന്ത് ജോലിയാണ്? ഒരു ഫ്രേഗ്രൻസ് കൺസൾട്ടന്റ് ആയിട്ടൊരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. ഫ്രേഗ്രൻസ് കൺസൾട്ടന്റ് ആയിട്ട്. അപ്പോൾ ഈ +2 കഴിഞ്ഞ് എന്താ പഠിച്ചത്? കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു, പക്ഷേ ഇൻട്രസ്റ്റ് എപ്പോഴും പെർഫ്യൂംസിലായിരുന്നു. പെർഫ്യൂംസ്. അപ്പോൾ അതിന്റെ കോഴ്സുകൾ എന്തെങ്കിലും പഠിച്ചോ? ഒരു ഓൺലൈൻ കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നത്തിങ് മേജർ ആയിട്ടുള്ള ഒരു കോഴ്സ് അല്ല. ആദ്യത്തെ ജോലി 18 വയസ്സിലാണ്? അതെ. എവിടെയായിരുന്നു അത്? കാലിക്കറ്റ് തന്നെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഹൈലൈറ്റ് മോളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു പെർഫ്യൂം സ്റ്റോർ ആണോ? പെർഫ്യൂം സ്റ്റോർ ആയിരുന്നു. ഒരു കസ്റ്റമൈസേഷൻ സെറ്റപ്പ് ആയിട്ടുള്ളൊരു പെർഫ്യൂം സ്റ്റോർ ആയിരുന്നു. എന്ത് സാലറിയിലാണ് നമ്മൾ തുടക്കം? സ്റ്റാർട്ട് ചെയ്തത് 10,000-ലായിരുന്നു. അത്രേ ഉള്ളൂ? അതെ. ഒരു വലിയ തുകയൊന്നും അല്ല. അതെ. പക്ഷെ അത് നന്നായി പോയോ? നന്നായി പോയി. ബിക്കോസ് ആ ഒരു ടൈമിൽ എത്രയും ഓക്കെ ആയിരുന്നു, ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ഇറ്റ് വാസ് ഓക്കെ. അപ്പോൾ വീട്ടിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ പഠിക്കാനും ഒക്കെ? കാരണം +2 ഡിസ്കണ്ടിന്യൂ ചെയ്യാനൊക്കെ. വീട്ടുകാരുടെ അടുത്ത് നിന്ന് പഠിക്കാനുള്ള പ്രഷറും കൂടെ സിമ്പതി ഉണ്ടായിരുന്നു. സോ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഐ തോട്ട് പഠിക്കാനുള്ള ആ ഒരു സിറ്റുവേഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷനിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അങ്ങനെ വർക്കിന് ഇറങ്ങുകയാണ് ചെയ്തത്. പഠനം നമുക്ക് എപ്പോൾ വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, പക്ഷേ സ്പോണ്ടേനിയസ് ആയിട്ട് ഈ ഒരു നിലയിൽ എത്താന്ന് പറയുന്നത് അത്ര ഈസി അല്ല. സോ അപ്പം അതുകൊണ്ട് പഠിക്കാൻ പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് തൊഴിലേക്ക് വന്നത്. അതെ. എത്ര വർഷം അവിടെ ഉണ്ടായിരുന്നു? 2 ഇയേഴ്സ് ഉണ്ടായിരുന്നു. 2 ഇയേഴ്സിൽ. അപ്പോൾ ഈ 10,000 എന്നുള്ളതൊക്കെ കൂടിയോ? 10,000 എന്നുള്ളതൊരു 35-38 വരെ പോയിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോൾ 18 നിന്ന് 20 വയസ്സിലേക്കൊക്കെ എത്തി. ആ പ്രായത്തിന് അതൊരു വലിയ തുകയാണ്. അതെ, ശരിക്കും. കാരണം ഇൻഡിപെൻഡന്റ് ആയിട്ട് ആ ഒരു ലെവൽ വരെ എത്താന്ന് പറയുന്നത്, ഫാമിലിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറയുന്നതും ചെറിയൊരു കാര്യമായിട്ടല്ല ഞാൻ കാണുന്നത്. ഇതിലൊക്കെ സഹോദരങ്ങളുണ്ടോ? എനിക്കൊരു എൽഡർ ബ്രദറും ഉണ്ട്, പിന്നെ ഒരു യംഗർ സിസ്റ്ററും ഉണ്ട്. ആ പ്രായത്തിൽ തന്നെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അതെ, അതൊരു വലിയ കാര്യം തന്നെയാണ്. താങ്ക് യു. പിന്നീട് എന്താണ് ചെയ്തത്? പിന്നീട് എനിക്കൊരു ചേഞ്ച് വേണം തോന്നി. ആൾക്കാരല്ലേ, എപ്പോഴും ഇവോൾവ് ആവും. സോ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ദുബായിലേക്ക് പോയി. ഒരു 1 ഇയറോളം അവിടെ ഉണ്ടായിരുന്നു. ദുബായിലേക്കാണ് പോയത്? അതെ. അപ്പോൾ പ്രവാസിയായി? അതെ. അപ്പോഴും 20 വയസ്സ് പ്രായത്തിലാണ്? 20 വയസ്സ് പ്രായത്തിലാണ് ദുബായിൽ പോയത്. അപ്പോൾ ഏറ്റവും സപ്പോർട്ട് കൂടെ കട്ടയ്ക്ക് നിന്ന ആരാണ്? കൂടെ കട്ടയ്ക്ക് എപ്പോൾ ചോദിച്ചാലും ഞാൻ പറയാം ഉമ്മാന്റെ പേര് മാത്രമേ പറയുള്ളൂ. കാരണം എല്ലാ ഒരു ഹാർഡ്ഷിപ്സിനും ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഉമ്മാന്റെ ഭാഗത്തു നിന്നാണ് എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ദുബായിലെത്തി. അതെ. ഇതേ ഫീൽഡ് തന്നെയായിരുന്നോ?
സെയിം ഫീൽഡായിരുന്നു. ബിക്കോസ് ഞാൻ ഒരിക്കലും കരിയർ ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല. ചെറുപ്പം തൊട്ടേ ഇഷ്ടമുള്ള ഏരിയ ആണ്. സോ ആ ഒരു ഏരിയയിൽ തന്നെ പ്രോസ്പർ ചെയ്യാനാണ് ആഗ്രഹിച്ചത്. ദുബായിൽ ഏത് സ്ഥാപനത്തിലാണ്? അൽഹാജിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്തത്. സ്റ്റോറാണോ അത്? സ്റ്റോർ ആയിരുന്നു. സെയിം ഈ ഒരു പെർഫ്യൂം മിക്സിങ് ആ ഒരു സ്റ്റോർ തന്നെയായിരുന്നു. ആ ജോലി നന്നായി പോയോ? നന്നായി പോയി. സ്റ്റിൽ അവിടെയും ഞാൻ ഓക്കെ ആയിരുന്നില്ല, ഒരു കംഫർട്ടബിൾ ആയിരുന്നില്ല. താങ്കൾ വളരെ ചെറിയ പ്രായമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജോലിക്ക് ചെല്ലുമ്പോൾ അവരൊക്കെ താങ്കൾ ഒരു കുട്ടിയായിട്ടല്ലേ കാണുക, അതോ നല്ലൊരു പെർഫോമറാണ് അതുകൊണ്ട് ഒരു അക്സെപ്റ്റൻസ് ആയിരുന്നോ? റെസ്യൂമി കാണുമ്പോൾ കൂടുതലും റിജക്ഷൻ ആണ് വരാറുള്ളത്. പക്ഷേ ഇൻ പേഴ്സൺ ഇന്റർവ്യൂ 100% സക്സസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഇതുവരെ പോയതിലൊക്കെ ഓൾമോസ്റ്റ് കിട്ടിയിരുന്നു. കാരണം അറിയില്ല, ഒറേറ്ററി സ്കിൽസ് കൊണ്ടാണോ എന്താണെന്നുള്ളത്, പിടിച്ചു നിൽക്കാനുള്ള കഴിവുകൊണ്ടാണോ എന്നറിയില്ല, സ്റ്റിൽ കിട്ടിയിരുന്നു. അവിടെ വെച്ചാണ് ഒരു സ്പാർക്ക് ഉണ്ടാവുന്നത് ദുബായിൽ, താങ്കൾ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നതും താങ്കളുടെ ജീവിതം മാറുന്നതും. അതെ, എക്സാക്ട്ലി. ആളിപ്പം എൻ്റെ കൂടെ, ഞാനിപ്പം ലീഡ് ചെയ്യുന്ന ബ്രാൻഡ് എൻ്റെ കൂടെ നടത്തിക്കൊണ്ടുവന്ന ആളാണ്, കോ ഫൗണ്ടർ ആണ്. ആളുടെ പേര് ഷാസി എന്നാണ്. അദ്ദേഹം എവിടത്തെ സ്വദേശിയാണ്? ആള് മലപ്പുറം സ്വദേശിയാണ്. എന്ത് പ്രായമുണ്ട് അദ്ദേഹത്തിന്? 24 വയസ്സ്. ഇത്രയേ ഉള്ളൂ. അതെ, അദ്ദേഹത്തെ ദുബായിൽ സെയിം കമ്പനിയിൽ ജോലി ചെയ്യായിരുന്നു? സെയിം കമ്പനിയിലായിരുന്നു. പക്ഷെ ആ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു ഇവിടേക്ക് എത്തിയിട്ടില്ല, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. എവിടെ നിന്നാണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം? അതായത് ആള് നാട്ടിലായിരുന്നു. പിന്നെ ചില കാര്യങ്ങൾ കാരണം ഞാൻ പറഞ്ഞ പോലെ എനിക്കും നാട്ടിലേക്ക് വരേണ്ടി വന്നു. ഞാൻ ഓക്കെ ആയിരുന്നില്ല വർക്കിൽ. സോ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ആളെന്നെ കോൺടാക്ട് ചെയ്തു. ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തതാണ്. ഇതിൽ വാട്ട് ഇഫ് ഇങ്ങനൊരു സംഭവം സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ചോദിച്ചു. പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ? അതെ. അപ്പോൾ നിങ്ങൾ, ദിൽനയുടെ പ്രായം 21 വയസ്സ്, അദ്ദേഹത്തിന് 24 വയസ്സ്. ആ പ്രായത്തിലൊരു ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങുക എന്ന് പറയുമ്പോൾ വളരെ റിസ്ക് ഉള്ളൊരു കാര്യവുമാണ്. പാരൻസ് സപ്പോർട്ട് ചെയ്തോ എന്നുള്ളതാണ് ചോദ്യം. രണ്ടു കൂട്ടരുടെയും? ആളുടെ പാരൻസ് ഓൾറെഡി സപ്പോർട്ടീവ് ആയിരുന്നു. എൻ്റെ പാരൻസ് എന്ന് പറയുമ്പോൾ കൺസേൺസ് ഉണ്ടായിരുന്നു. കാരണം റിസ്ക് എലമെന്റ്സ് കൂടുതലാണ്. പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ടൊരു സ്റ്റാർട്ടൊന്നും എന്നെ സംബന്ധിച്ച് അത്ര ഈസി ആയിരുന്നില്ല. സോ പക്ഷെ എല്ലാ കാര്യത്തിലും എന്നെക്കാളും എനിക്ക് തോന്നുന്നു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് ഉമ്മക്കാണ്. ആള് പറഞ്ഞു, ഡു വാട്ട് യു ലവ്, എന്താണ് ഇഷ്ടം അത് ചെയ്തോ. ആ തീരുമാനം അങ്ങനെയാണ് ഉണ്ടായത്. അതെ. പക്ഷേ ദുബായിലൊക്കെ പോയിട്ട് വരുമ്പോൾ എല്ലാവരും ചോദിക്കും, നല്ലൊരു ജോലി കളഞ്ഞിട്ട് എന്തിനാണ് ഈ നാട്ടിലേക്ക് പോകുന്നത്? എല്ലാവരും അങ്ങോട്ട് പോകാൻ നിൽക്കുന്നവരാണ് അല്ലേ? അപ്പം അങ്ങനെ ഒരു ചോദ്യം വന്നോ? ഞാൻ ഓൾറെഡി എനിക്കുണ്ടായിരുന്ന മെയിൻ ഹാർഡ്ഷിപ്പ് അതാണ്. അതായത് എല്ലാവരും ദുബായി പോകുന്നത് ജോലി, വീട് വെക്കുക, കുടുംബം നന്നാക്കുക, ആ ഒരു സിറ്റുവേഷനിലാണ്. സോ അത് തന്നെയാണ് ആൾക്കാരും ചോദിച്ചത്. പക്ഷെ ആ ഒരു സിറ്റുവേഷനിലും കൂടെ ഒരു മെന്റൽ സപ്പോർട്ടായിട്ട് ആൾക്കാരുണ്ടായതുകൊണ്ട് സർവൈവ് ചെയ്തു. തിരിച്ചു വന്ന് ഷാസിയുടെ കോള് വന്നു. എന്തായിരുന്നു തുടക്കം? ആള് ജസ്റ്റ് ചോദിച്ചു, ലൈക്ക് ഇന്ത്യയുടെ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഇപ്പം ഞാനും ഷാസിയും തന്നെ ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷനിൽ വരെ നമ്മുടെ ടോപ്പിക് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ സ്ഥിരം ടോപ്പിക് പെർഫ്യൂംസ് തന്നെയായിരുന്നു. സോ അന്നേ നമ്മളിങ്ങനെ സംസാരിക്കും, ഈ ഒരു ആഗ്രഹം ഉണ്ടാവല്ലോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിക്ക് സംസാരിക്കുമായിരുന്നു. പക്ഷെ ആ ഒരു ടൈമിൽ ഇങ്ങനെ ഒരു ബ്രാൻഡ് ആക്കണം എന്നുള്ളൊരു ചിന്തയില്ല. സോ ആ സിറ്റുവേഷനിൽ ആൾ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അത് വേണോ, റെഡി ആവുമോ? കാരണം ഞങ്ങൾ ഇപ്പം അപ്പോഴും ഞാൻ ചിന്തിച്ചതും അങ്ങനെ തന്നെയാണ്, പ്രായത്തിന്റെ പ്രശ്നം. അന്ന് എക്സ്പെർട്ടൈസ് ഒന്നും ചിന്തിക്കുന്നില്ല, എക്സ്പീരിയൻസ് ചിന്തിക്കുന്നില്ല. സോ ആ സിറ്റുവേഷനിൽ പക്ഷെ ആള് കട്ടയ്ക്ക് കൂടെ നിന്നു. എങ്ങനെയായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, റിസ്ക് എടുത്താലേ, കുറേ റീൽസ് ഒക്കെ അയച്ചു തരുമായിരുന്നു, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, ഈ റിസ്ക് എടുത്താലേ എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ എന്നുള്ള രീതിക്ക്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ആളുടെ ഇതിന് ഞാൻ വഴി കൊടുത്തു. ഞാനും വിചാരിച്ചു വൈ നോട്ട്, റിസ്ക് എടുത്തേക്കാം. അതെ, നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. ശരി, എവിടെയാണ് തുടങ്ങിയ പോരെ? എവിടെയാണ് തുടക്കം? അതായത് ഞാൻ നാട്ടിൽ വന്നു. പിന്നെ ഒരു 1 month നമ്മൾ ഇതിന്റെ ബാക്കി തന്നെയായിരുന്നു. സോ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു. ഒബ്രോൺ മാളിലാണ് നമ്മുടെ ഫസ്റ്റ് ഔട്ട്ലെറ്റ്. കൊച്ചിയിൽ ഒബ്രോൺ മാൾ. കോഴിക്കോടല്ല? കോഴിക്കോടല്ല. എന്തുകൊണ്ട് കൊച്ചി? കൊച്ചി ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ GCC ദുബായിൽ ഞാൻ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്ലസ് എന്ന് പറയുന്നത്, ഒരുപാട് റേസിലുള്ള ആൾക്കാർ, ഒരുപാട് സ്ഥലത്തുള്ള ആൾക്കാരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വന്നു. സോ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതെന്ന് പറയുമ്പോൾ ഒരുപാട് ലെസൺസ്, ഒരുപാട് സ്റ്റോറീസ് കേൾക്കാനുണ്ട് അവിടെ. സോ അതേ ഒരു രീതിയാണ് എനിക്ക് കൊച്ചിയിൽ തോന്നിയത്. ഒരുപാട് എക്സ്പാറ്റ്സ് ഉണ്ട്, ഒരുപാട് ജില്ലക്കാരുണ്ട്. സോ എല്ലാവരുടെയും ടേസ്റ്റ് അറിയണമെങ്കിൽ, ഒരു ട്രയൽ ഫേസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിലും കൊച്ചിയാണ് ബെസ്റ്റ് മാർക്കറ്റ് എന്ന് തോന്നി. സ്റ്റിൽ അങ്ങനെ തന്നെ തോന്നുന്നു. അതുകൊണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. വെൽക്കം ടു കൊച്ചി ഒബ്രോൺ മാൾ. എൻ്റെ ഉടമ പോലും എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പൊ അവിടെ സ്റ്റോർ തുടങ്ങുകയാണ് രണ്ടുപേരും ചേർന്ന്. എന്താണ് പേരിട്ടത്? ദ പെർഫ്യൂം പാലറ്റ് എന്നായിരുന്നു നമ്മൾ പേരിട്ടത്. സോ ആ ഒരു ബ്രാൻഡ് നമുക്ക് അവിടെ പ്രോസ്പർ ചെയ്യാനുള്ള ലൈക്ക് എല്ലാ ഹെൽപ്പും ചെയ്തെന്ന അവിടുത്തെ ചെയർമാനും പിന്നെ അവിടുത്തെ സെൻട്രൽ ഹെഡും ആണ്. അവരോടാണ് ഏത് കാലത്തും കടപ്പാടും നന്ദിയും വേണ്ടത്. സോ അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവിധ ഹെൽപ്പും സപ്പോർട്ടും. പാലറ്റ് എന്താണ് വാക്കിനർത്ഥം? പാലറ്റ് എന്ന് പറഞ്ഞാൽ മിക്സിംഗ് മീഡിയം എന്നാണ്.
പാലറ്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റ് കളർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. സോ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പെർഫ്യൂം മിക്സ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്, ഒരു ആർട്ടിസ്റ്റ് അത് ചെയ്യുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് അപ്പൊ ഇതിനൊരു ഫണ്ട് വേണ്ടേ? ഇത് എവിടെ നിന്ന് കണ്ടെത്തി പണം? അതായത് നമ്മൾ കൂടുതലും നമ്മുടെ ഫ്രണ്ട്സ്, ഷാസിയുടെ ഫ്രണ്ട്സും ഫാമിലിയും ഞാനും ക്രൗഡ് ഫണ്ട് ചെയ്തിട്ടാണ് ആദ്യത്തെ ഒരു ഇനീഷ്യൽ ഫണ്ട്. എത്രയാണ് പണം? സ്റ്റാർട്ട് ചെയ്തത് 13 lakhsലാണ്. 13 ലക്ഷം നിങ്ങൾ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ഉണ്ടായി, ഷാസിയുടെ സപ്പോർട്ടും കൂടി ഉണ്ടായി. മോസ്റ്റ്ലി അത് ഷാസിയുടെ തന്നെ ഹോൾ സപ്പോർട്ടിലാണ് ചെയ്തത്. നിങ്ങൾ 2 കുട്ടികളാണ്, രണ്ടുപേരും 13 ലക്ഷം രൂപ കയ്യിൽ നിന്ന് ഇട്ടിട്ട് ഒരു പ്രസ്ഥാനം തുടങ്ങുകയാണ്, അതും പെർഫ്യൂം. പെർഫ്യൂം എന്ന് പറയുമ്പോൾ ആ ഇൻഡസ്ട്രി പലർക്കും അറിയാത്തൊരു ഇൻഡസ്ട്രിയാണ്. എന്താണ് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി തുടങ്ങിയത്? അതായത് ഇപ്പോൾ പെർഫ്യൂംസ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഇനിയും അതിന് മുന്നോട്ടേക്കായാലും ഇനി വളർച്ചയെ വരാനുള്ളൂ. സോ ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഉള്ള ആൾക്കാർ കൂടുതലും ചെയ്യുന്നത് ഇപ്പം ഡിസൈനർ പെർഫ്യൂംസിന്റെ കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ ഹോളായിട്ടൊരു അവർ തന്നെ ഒരു ഫ്രേഗ്രൻസ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെ, അതായത് പെർഫ്യൂംസ് എപ്പോഴും ഒരു കസ്റ്റമർ വന്നിട്ട് പെർഫ്യൂംസ് ചെക്ക് ചെയ്യാതെ ആ പെർഫ്യൂംസ് ആ കസ്റ്റമറെ ചൂസ് ചെയ്യണം. അതായത് ഒരു പെർഫ്യൂം ആ കസ്റ്റമർ ചൂസ് ചെയ്യാൻ പാടില്ല, ആ പെർഫ്യൂം ആ കസ്റ്റമറെ ചൂസ് ചെയ്യണം. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് ഞാൻ ആസ് എ പേഴ്സൺ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് യു ലുക്ക് ഗുഡ് എന്ന് പറയുമ്പോഴല്ല, ബട്ട് യു സ്മെൽ ഗുഡ് എന്ന് പറയുമ്പോഴാണ്. താങ്ക് യു. സോ അത് മീൻസ് ലൈക്ക് അതൊരു കോൺഫിഡൻസ് ആണ്. ഇപ്പം ഞാൻ എന്ന് പറയുന്നത് എൻ്റെ പ്രസൻസ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു പെർഫ്യൂം യൂസ് ചെയ്യുന്നത്. അപ്പം കൂടുതൽ കസ്റ്റമേഴ്സ് ആയാലും ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരായാലും ആരും അടിക്കാത്ത സ്മെല്ല്, അതെന്തുകൊണ്ടാണ്? അവർക്ക് അവരുടെ പ്രസൻസ് അറിയിക്കാൻ, അവരുടെ ഇൻഡിവിജ്വാലിറ്റി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ അതേ സെയിം കാര്യമാണ് നമ്മൾ നമ്മുടെ ബ്രാൻഡിൽ കൂടെ പുറത്തേക്ക് അറിയിക്കുന്നത്. എന്താണ് ആ ബിസിനസ് മോഡൽ? ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അതായത് ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള പെർഫ്യൂം നിങ്ങൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. എക്സാക്ട്ലി. അതായത് ആ കസ്റ്റമറുടെ നീഡ് എന്താണോ, ആ കസ്റ്റമർ എന്താണോ ഉദ്ദേശിക്കുന്നത്, മേ ബി ആ കസ്റ്റമറുടെ മെമ്മറി ആവാം, അല്ലെങ്കിൽ ആളുടെ ഒരു പേഴ്സണാലിറ്റി വൈസ് ഉള്ള സ്മെല്ലാവാം, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുക. ഞാനിപ്പോൾ നിങ്ങളുടെ സ്റ്റോറിലേക്ക് വരികയാണ്. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഞാനൊരു ബിസിനസ് കോച്ചാണ്, ഞാനൊരു കോർപ്പറേറ്റ് ട്രെയിനറാണ്. അപ്പം നിങ്ങൾ എന്നെ മനസ്സിലാക്കുകയാണോ? എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു. അതായത് സാറിന് ജസ്റ്റ് ഒരു കോൺവെർസേഷൻ, ഒരു 2 minute കോൺവെർസേഷനിൽ സാറിന്റെ നീഡ് എന്താണ്, സാർ എന്ത് ഒക്കേഷനിൽ യൂസ് ചെയ്യാനാണ്, സാറിന് എന്താണ് അതിൽ കൂടെ വേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മളൊരു സെന്റ് ഡിസൈൻ ചെയ്യുന്നത്. സോ അതിൽ തന്നെ ഇപ്പോൾ സാറിന് ഒരു ഐഡിയ ഇല്ല പെർഫ്യൂംസ് എന്താണ്, ഇപ്പോൾ പെർഫ്യൂംസിലേക്ക് പുതിയതായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ പോലും അതിൽ ചെറിയൊരു എഡ്യൂക്കേഷൻ തന്ന് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്ത് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു പ്രോസസ്സ് വരുന്നത്. ഞാൻ വളരെ ബ്രാൻഡ് കോൺഷ്യസ് ആയ ഒരാളാണെങ്കിൽ പോലും ഞാൻ അവിടെ വരികയാണ്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, എൻ്റെ പ്രൊഫഷൻ ചോദിക്കുകയാണ്, എനിക്ക് എന്താ വേണ്ടത്. ഞാൻ ഒരു ഹാളിലേക്ക്, ഒരു ട്രെയിനിങ് ഹാളിലേക്ക് ചെല്ലുമ്പോൾ, ഒരു കോച്ചിങ് ഹാളിലേക്ക് ചെല്ലുമ്പോൾ എങ്ങനെ എനിക്ക് എന്നെ പ്രസന്റ് ചെയ്യാനാണ് ആഗ്രഹം, അതാണോ നിങ്ങൾ പറയുന്നത്? എക്സാക്ട്ലി. അതായത് സാറിനിപ്പോൾ ഒരു മോർണിംഗ്, ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു മോർണിംഗ് സാറിന് ഒരു മീറ്റിംഗ് ഉണ്ട്, സാർ ഇപ്പോൾ ഭയങ്കര ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞൊരു ക്ഷീണത്തിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. സോ സാറിന് പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് റിഫ്രഷ്മെന്റ് വേണം. സോ അതിന് സാറിന് ഒരു പെർഫ്യൂം യൂസ് ചെയ്യാം. അതായത് ഒരു ഫ്രഷ് സെസ്റ്റി ഒരു സിട്രസി ആയിട്ടുള്ള പെർഫ്യൂം യൂസ് ചെയ്താൽ ഇൻസ്റ്റന്റ് റിഫ്രഷ്മെന്റ് ആണ്, കുളിക്കുക പോലും വേണ്ടി വരില്ല. സിമ്പിൾ ആസ് ദാറ്റ്. അത് ശരി. അപ്പൊ ഞാൻ പറയുകയാണ്, എനിക്ക് എൻ്റെ പ്രൊഫഷൻ അനുസരിച്ചിട്ട് ഞാൻ ആ ഹാളിലേക്ക് കയറി ചെല്ലുമ്പോൾ എല്ലാവരും എന്നെ ഒന്ന് നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫഷൻ അതാണ്. ഐ നീഡ് സംതിങ്, ഒരു പഞ്ചിങ്, ഐ നീഡ് ടു ഗ്രാബ് ദാറ്റ് അറ്റൻഷൻ. അപ്പൊ അതിന് എന്ത് പെർഫ്യൂം ആയിരിക്കും ഞാൻ യൂസ് ചെയ്യേണ്ടത്? സാറിന്റെ പേഴ്സണാലിറ്റി എന്താണോ അത് ക്ലോസ് ആയിട്ടുള്ള പെർഫ്യൂം സാർ യൂസ് ചെയ്യുന്നതാവും ഏറ്റവും ബെറ്റർ. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയാണ് നമ്മൾ പുറത്തേക്ക് കാണിക്കേണ്ടത്. സോ ആ സിറ്റുവേഷനിൽ ഐ വുഡ് സേ ലൈക്ക് സംതിങ് ഓറിയന്റൽ, സംതിങ് മാസ്കുലിൻ, ആ ഒരു റേഞ്ച് ആയിരിക്കും ബെറ്റർ ആവുക. അപ്പോൾ ഒരു പേഴ്സണാലിറ്റിക്ക് പറ്റിയ പെർഫ്യൂമുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നാണോ താങ്കൾ പറയുന്നത്? എക്സാക്ട്ലി. അതായത് ഇവിടെ നിന്നല്ല, വേൾഡിൽ ആരും അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഏരിയയാണ്. കാരണം എല്ലാവരും ട്രെൻഡ്സിന്റെ ബാക്കിലും ട്രെൻഡിങ് ആയിട്ടുള്ള വൈറലായിട്ടുള്ള സംഭവങ്ങളുടെ ബാക്കിൽ ഓടുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ. സോ ആ ഒരു സിറ്റുവേഷനിൽ സ്വന്തമായിട്ടെന്ന് പറയാനൊരു സംഭവം എന്ന് പറയുന്നത് അതിപ്പോൾ ആസ് എ പ്രോഡക്റ്റ് ആയാലും ഒരു സർവീസ് ആയാലും ഇറ്റ്സ് ബെറ്റർ. ലൈക്ക് ആസ് എ പേഴ്സൺ, ഞാനായാലും ഒരു കൺസ്യൂമർ ആയാലും ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക എൻ്റെ പേരിലൊരു സാധനം അല്ലെങ്കിൽ എൻ്റെ ഓൺ സാധനം എന്ന് പറയുന്നതാണ്. ദിൽന എന്ന വ്യക്തി, ഞാൻ ഒരു പെർഫ്യൂം, എനിക്കും പെർഫ്യൂം ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ താങ്കളുടെ പേഴ്സണാലിറ്റിക്ക് പറ്റിയ എന്ത് പെർഫ്യൂമാണ് താങ്കൾ യൂസ് ചെയ്യുക? അപ്പോൾ ഐ വുഡ് സേ ഞാൻ പുറത്ത് ബ്രേവായിട്ടും ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. സോ ഐ വുഡ് സേ ഒരു ഫ്ലോറൽ ഓറിയന്റൽ പെർഫ്യൂം, ചെറിയ ട്വിസ്റ്റിൽ ചെയ്യുന്നത്, ടു ഫെമിനിൻ അല്ല ഒബ്വിയസ്ലി നോട്ട്, പക്ഷെ കുറച്ചൊരു ചെറിയൊരു ഫെമിനിനിറ്റി ബട്ട് സ്റ്റിൽ ബ്രേവ് ആയിട്ടുള്ളൊരു ഓറിയന്റൽ ഫ്ലോറൽ കോമ്പിനേഷൻ ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുക പേഴ്സണലി.
വെരി ഗുഡ്. അപ്പോൾ ഈ കസ്റ്റമേഴ്സ് അവിടെ വന്നു കഴിഞ്ഞാൽ അവരവരുടെ പേഴ്സണാലിറ്റി റിവീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ എന്ത് സിറ്റുവേഷനിലാണ് ഇത് ഉപയോഗിക്കുന്നത് റിവീൽ ചെയ്യുന്നു, അത് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നു നിങ്ങളുടെ ബ്രാൻഡിലാണ്. അവരത് തിരിച്ച് അത് തീർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങളത് വീണ്ടും അതേ പെർഫ്യൂം തന്നെ കൊടുക്കാനുള്ള ഒരു സിസ്റ്റം നിങ്ങൾക്കുണ്ട്. ഓക്കെ, ഇത് 2 പേര് ചേർന്ന് തുടങ്ങിയതാണ്. അപ്പം നിങ്ങൾക്ക് ഇത് സഹായിക്കാനായിട്ട് പിന്നീട് എംപ്ലോയീസ് ആരെങ്കിലും വന്നോ? എംപ്ലോയീസ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 2 എംപ്ലോയീസ് ഓൾറെഡി ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ ഷാസിയുടെ ഫ്രണ്ട്സ് തന്നെയായിരുന്നു. സോ അവരും നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഔട്ട്ലെറ്റിൽ ഞങ്ങൾ 4 പേരുമായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ആൾക്കാർ വന്നോ ബ്രൗൺ മോളിലേക്ക് ഇത് തേടി? ആസ് ലൈക്ക് ഒരു ബ്രാൻഡ് സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലയിൽ ആദ്യം നമുക്ക് വലിയൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഓൾമോസ്റ്റ് എങ്ങനെയൊക്കെ അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ മാളിൽ തന്നെ എങ്ങനെയൊക്കെ, കാരണം ഇതൊരിക്കലും ഈ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് വഴി സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വഴി എത്രത്തോളം നമുക്കൊരു ലിമിറ്റ് വരെ നമുക്കത് പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ആൾക്കാരത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇപ്പൊ ഇതെന്താണ് ഈ ഒരു സംഭവം എന്ന് ഞാൻ എത്ര പറഞ്ഞു കഴിഞ്ഞാലും സാർ എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഡിഫറൻസ് ഉണ്ട്. സോ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ പ്രോഡക്റ്റ് സാമ്പിൾ ചെയ്യാൻ പറ്റുമോ അങ്ങനെ സാമ്പിൾ ചെയ്തിട്ടാണ് പിന്നെ കസ്റ്റമേഴ്സ് വന്നത്. ഇപ്പൊ നമുക്കൊരു 30% റെഗുലർ കസ്റ്റമർ ബേസ് വിത്തിൻ 8 months ഉണ്ട്. വെരി ഗുഡ്. താങ്ക് യു. എവിടെ നിന്നുള്ള കസ്റ്റമേഴ്സ് ആണ് കൂടുതൽ? അതായത് ഇവിടെ കേരളത്തിൽ നിന്നുള്ള കസ്റ്റമേഴ്സും ഉണ്ട്, അതല്ലാതെ ഒരു സോളിഡ് മാൽഡീവ്സ് കസ്റ്റമർ ബേസും ഞങ്ങൾക്ക് മാലിക്കാർ അവര് ഇവിടെ വന്നിരുന്നുണ്ട്. അതെ. വേറെ എവിടെ നിന്നൊക്കെയാണ്? അതായത് പിന്നെ നമ്മളിപ്പോ തൃശ്ശൂർ സ്റ്റോർ ഉണ്ട്, അതല്ലാതെ തൃശ്ശൂർ സ്റ്റോർ തുടങ്ങി. അതെ, ബാംഗ്ലൂരും സ്റ്റോർ ഉണ്ട്. എക്സലന്റ്. ഇപ്പൊ 3 സ്റ്റോർ ഇതിനിടയിൽ തുടങ്ങി. ഇത് എന്നാ നിങ്ങൾ ഫസ്റ്റ് സ്റ്റോർ തുടങ്ങുന്നത്? ഫസ്റ്റ് ആയിട്ട് നമ്മൾ ബ്രാൻഡ് ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒബ്രോൺ മാളിൽ September 12th കഴിഞ്ഞ കൊല്ലം. ഓക്കെ. സോ ഒരു 8 months ഉള്ളിലാണ് ഇപ്പൊ ഒരു 3 months തൃശ്ശൂർ എവിടെ? തൃശ്ശൂർ ശോഭ സിറ്റി മാളിലാണ്. ഓക്കെ. പിന്നീട് ബാംഗ്ലൂർ തുടങ്ങി. ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡിൽ VR ബാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തു. 3 ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് 3 സ്റ്റോറുകളായി. അതെ. വേറെ എവിടെയെങ്കിലും സ്റ്റോറുകൾ? ഇപ്പൊ ഓപ്പറേഷണൽ ആയിട്ട് 3 സ്റ്റോർ ആണുള്ളത്. അതല്ലാതെ 3 സ്റ്റോർ ഇപ്പൊ സൈൻ ചെയ്ത് ഒരു 2 months ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇതിനുള്ള ഫണ്ട് എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഫണ്ടിങ് ഇപ്പോൾ ക്രൗഡ് ഫണ്ടിങ് ആയിരുന്നു, നമ്മൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി വെച്ചിട്ട്. ഇപ്പോൾ ഹോൾ ചെയ്തിട്ടുള്ളത് ഷാസിയുടെ പാരന്റ്സും സപ്പോർട്ട് ചെയ്തിട്ടാണ് കംപ്ലീറ്റ്ലി. എക്സലന്റ്. അപ്പോൾ നിങ്ങൾ 2 പേർ 2 സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു. ഇന്നിപ്പോ എത്ര എംപ്ലോയീസ് ഉണ്ട്? 25+ എംപ്ലോയീസ് ഉണ്ട്. എക്സലന്റ്. 21 വയസ്സുള്ള താങ്കൾ 25 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭകയായി തീർന്നു എന്നുള്ളത് വളരെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. താങ്ക് യു. ഈ ആൾക്കാരെല്ലാം നിങ്ങളുടെ തന്നെ സമപ്രായക്കാരാണോ? 30 ബിലോ ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും തന്നെ. അതെ. നിങ്ങൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ യൂത്ത്, നമ്മുടെ നാട്ടിൽ യുവജനങ്ങളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതാണ്. താങ്കളുടെ പ്രായം എന്നോട് പറഞ്ഞതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് വേൾഡിൽ നിങ്ങളെ വിളിക്കുക ജെൻ സി എന്ന കാറ്റഗറിയാണ്. 1995 ശേഷം ജനിച്ച ഒരു തലമുറയാണ് നിങ്ങൾ. അതിന് മുന്നേ ജനിച്ചവരെ നമ്മൾ മില്ലിനിയൽ അഥവാ ജെൻ വൈ എന്നൊക്കെ പറയും. അതിന് മുന്നേ ജെൻ എക്സ് ആയിരുന്നു. ഈ പുതിയ തലമുറ, അവരെക്കുറിച്ച് പഴയ ആൾക്കാർ എല്ലാവരും ഇല്ലെങ്കിലും കുറച്ച് പേർക്കെങ്കിലും ഒരു പരാതിയുണ്ട്. ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല, വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കും, പല പരാതികളും ഉള്ളൊരു തലമുറയാണ്. അവിടെ നിന്നാണ് താങ്കൾ ഒരു സ്പാർക്കോട് കൂടി ഒരു സ്ഥാപനവുമായി മുന്നോട്ട് വരുന്നത്, ഷാസിയുടെ കൈ പിടിച്ച്. അടുത്ത ചോദ്യം, നിങ്ങളുടെ തലമുറയിൽപ്പെടുന്നവർ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നിങ്ങളുടെ മോഹങ്ങൾ എന്താണ്? ഈ പഴയ തലമുറയുമായി നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? പഴയ തലമുറയായിട്ട് ഒരിക്കലും കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഓരോ ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. കാരണം നമുക്ക് ഒരിക്കലും സ്റ്റീരിയോ ടൈപ്സ് കൊണ്ടുവരാൻ പറ്റില്ല. ജെൻസി ഇങ്ങനെയാണ് അല്ലെങ്കിൽ മില്ലേനിയൽ ഇങ്ങനെയാണെന്നുള്ള ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റില്ല. അത് സോൾലി ബേസ്ഡ് ഓൺ ദ പേഴ്സൺ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ചിലപ്പോൾ ഞാനിപ്പോൾ ഈ 21 years ഇത്രയും എസ്റ്റാബ്ലിഷ് ആയി എന്ന് പറയുന്നത് ഒരു അച്ചീവ്മെന്റ് ആവാം. പക്ഷെ എന്നെക്കാളും മുന്നേ ലൈക്ക് 10 years 12 years തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതേപോലെ വളരെ പ്രായം ചെന്നിട്ടും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. സോ ഇറ്റ് ഡസന്റ് മാറ്റർ ഓൺ ദ ഏജ് ഓർ ആ ഒരു ജെൻസി മില്ലേനിയൽ എന്നുള്ള ഒരു ഡിഫറൻസ് തോന്നിയിട്ടില്ല. നിങ്ങളുടെ കസ്റ്റമേഴ്സ് അധികവും ഏത് വിഭാഗത്തിൽപ്പെടുന്നവർ? എനിക്ക് തോന്നുന്നു മില്ലേനിയൽസ് ആണ് കൂടുതൽ, ബട്ട് ജെൻസി ഈസ് ഓൾസോ ദേർ. എന്ന് വെച്ചാൽ ഒരു 80കളിൽ അത് കഴിഞ്ഞിട്ടുള്ള തലമുറയാണ് നിങ്ങളിലേക്ക് വരുന്നത്. നമ്മൾ ഇപ്പൊ മുന്നോട്ടേക്ക് വെക്കുന്നത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. സോ പണ്ട് തൊട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് ഇതുമായിട്ട് അത്ര ഫെമിലിയർ അല്ല. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് പുതിയൊരു സർവീസ്, പുതിയൊരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഈ ഒരു പെർഫ്യൂം എന്ന് പറയുന്നത് വളരെ ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതെ. പലപ്പോഴും ഒരു പെർഫ്യൂം അടിക്കുമ്പോൾ അതെൻ്റെ ഐഡന്റിറ്റിയാണ്. ചിലർ
ഒരു സദസ്സിലേക്ക് വരുമ്പോൾ ഇന്ന പെർഫ്യൂം അല്ലേ താൻ അടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് അഭിമാനത്തോടു കൂടി അങ്ങനെ ഒരു തലമുറ ഉള്ളൊരു നാട് കൂടിയാണ്. അതെ. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? പെർഫ്യൂമിന്റെ കോൺസെപ്റ്റ് മാറിയോ? പെർഫ്യൂമിന്റെ കോൺസെപ്റ്റിലോട്ട് വരുമ്പം, അതായത് ഇപ്പൊ സർ പറഞ്ഞ പോലെ തന്നെ ഒരു പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ അത് വേറൊരാൾക്ക് അറിയാന്നുണ്ടെങ്കിൽ ഇത് ഇന്ന പെർഫ്യൂം അല്ലേ എന്ന് പറയുമ്പോൾ അഭിമാനം കൊണ്ടൊരു ടൈം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പം അത് രണ്ട് രീതിക്കുണ്ട്. അഭിമാനം കൊള്ളുന്നവരുണ്ട്, ഈ ഒരാൾക്കും ഉണ്ട് ഇത് ഇത്രയും ഭയങ്കര കോമൺ ആയിപ്പോയി, ഞാൻ വേറെ എന്തെങ്കിലും നോക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. സോ അങ്ങനെയുള്ള ഒരു തലമുറയ്ക്കാണ് നമ്മളിപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടുവരുന്നത്. സോ അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇൻഡിവിജ്വാലിറ്റി എക്സ്പ്രസ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആൾക്കാർ അതിലേക്ക് മാറുന്നുണ്ട്. ഇപ്പം മാസ് മെയ്ഡ് പെർഫ്യൂംസിലോട്ട് വരികയാണെങ്കിൽ തന്നെ ഇപ്പൊ ജോമലോൺ, ലുലാബോ, ഇതൊക്കെ കുറച്ചും കൂടെ ഇന്റർനാഷണൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ബ്രാൻഡ്സാണ്. അവർ പോലും പേഴ്സണലൈസ്ഡ് പെർഫ്യൂംസിലോട്ട് മാറി ചിന്തിച്ചു തുടങ്ങി. അതാണ് ഈ ഒരു മാർക്കറ്റിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഇപ്പൊ 3 സ്ഥാപനത്തിലേക്ക് വരുന്ന കസ്റ്റമേഴ്സ് താങ്കൾ തന്നെ പറഞ്ഞു, അതിൽ കൂടുതലും പുരുഷന്മാരാണോ സ്ത്രീകളാണോ? പുരുഷന്മാരാണ് കൂടുതൽ. പുരുഷന്മാരാണ്. ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അവർ വന്ന് അവർക്ക് പറ്റിയ ഒരു പെർഫ്യൂം അവർ ഐഡന്റിഫൈ ചെയ്യുന്നു. ഇതൊരു ടൈം കൺസ്യൂമിംഗ് ആണോ? ടൈം കൺസ്യൂമിംഗ് ആണ്, പക്ഷെ ഒരു 5 to 10 minutes ആണ് പറയുന്നത്. ഒരു പ്രോബിംഗ്, അതെ, ഇന്ററാക്ഷൻ. കാരണം ഇപ്പോൾ എല്ലാ പെർഫ്യൂം ഷോപ്സിലും ചെയ്യുന്ന പോലെ കുറേ പെർഫ്യൂം അടിച്ചിട്ട് ഇത് നോക്കൂ എന്ന് പറഞ്ഞ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ആ ഒരു സിസ്റ്റം അല്ല ഫോളോ ചെയ്യുന്നത്. അതായത് ആൾക്ക് എന്താണോ നീഡ് ഉള്ളത് അത് കാണിച്ചു കൊടുത്ത് അതിലിനി ഓൾട്രേഷൻസ് വരുത്തുക എന്നുള്ളതാണ് നമ്മുടെ കീ ഫോക്കസ് വരുന്നത്. പൊതുവേ മാർക്കറ്റിൽ എന്തൊക്കെ വേരിയൻസ് ആണ്? താങ്കൾ പറഞ്ഞു ഫ്ലോറൽ, പറഞ്ഞു സിട്രസ്, എന്തൊക്കെ വേരിയൻസ് ആണ് ഉള്ളത്? ഒരുപാട് വേരിയൻസ് ഉണ്ട്. അതിപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ സ്പെക്ട്രം ആണ്. ലൈക്ക് ഫ്ലോറൽ എന്ന് പറയുമ്പോൾ ഫ്ലവർ നോട്ട്സ് വരും, വുഡി സ്മെൽസ്, വുഡി ഓറിയന്റൽ ഒക്കെ ഒരു കാറ്റഗറിയാണ്. പിന്നെ ഷിപ്രേ എന്ന് പറയുന്നതുണ്ട്, ഫ്രഞ്ച് ടേം ആണ്, ഫുജിയർ, പിന്നെ ഫ്രഷ്, അങ്ങനെ ഒരുപാട് ടേംസ് വരുന്നുണ്ട്. സോ അതിൽ ഏതാണ് അവർക്ക് വേണ്ടതെന്നുള്ളത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മൾ ഈ സ്മെല്ല് ചെയ്യാനുള്ള ആ ഒരു സിറ്റുവേഷൻ വരെ എത്തിക്കുള്ളൂ. അപ്പോൾ താങ്കൾ പറയുന്നത് നിങ്ങളുടെ സ്റ്റൈൽ അനുസരിച്ചിട്ട്, പൊതുവെ ഇപ്പോൾ ഞാനും എൻ്റെ ഒരു ഈഗിൾ കോച്ചിങ് കമ്മ്യൂണിറ്റി ഉണ്ട്, 1500ഓളം പേരുണ്ട് അതിൽ. അവരുമായി ഒരു യാത്ര കഴിഞ്ഞ് വരികയായിരുന്നു. ഞങ്ങൾ ചൈന എക്സ്പ്ലോർ ചെയ്ത് ബീജിംഗ് നിന്ന് മലേഷ്യ, കോലാലംപൂർ നിന്ന് കൊച്ചിയിലേക്കാണ് വന്നത് അടുത്ത ദിവസങ്ങളിൽ. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, എല്ലാവരും ആ ഡ്യൂട്ടി ഫ്രീ അവിടെ കയറി അവിടെ നിൽക്കുന്ന സെയിൽസ് ഗേള് കുറേ ബ്രാൻഡുകൾ എടുത്ത് ആ ഒരു പേപ്പറിലേക്ക് അടിച്ച് ഒന്ന് വീശിയിട്ട് മണക്കാൻ കൊടുക്കുന്നു. സോ ഞാനൊരു കോച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ഞാൻ ഒബ്സർവ് ചെയ്യുമ്പോൾ കുറേ നോക്കിയിട്ട് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ കിളി പോയി എന്ന് പറഞ്ഞ പോലെ അവരേത് വാങ്ങണം എന്നറിയാതെ നിൽക്കുന്ന സാഹചര്യം മാറി. യു ആർ നോട്ട് കൺഫ്യൂസിങ് യുവർ കസ്റ്റമർ. അതായത് ഒരു അത്യാവശ്യം ഈ ഒരു ഫീൽഡിൽ നിന്ന് ഒരാൾക്ക് മനസ്സിലാവാൻ പറ്റും. അതായത് ഒരു 5-6 സ്മെൽസ് എടുക്കുമ്പോൾ തന്നെ ഒരു നോസ് ബ്ലൈൻഡ്നെസ് വരും. സോ കസ്റ്റമറെ കൺഫ്യൂസ് ചെയ്യുക ചെയ്യുക. ചില കസ്റ്റമേഴ്സ് ആ ഒരു കൺഫ്യൂഷനിലും പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷേ 100% അവരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. എന്തെങ്കിലുമൊക്കെ എടുത്തു വരിക, അല്ലെങ്കിൽ ആ സെയിൽസ് കൺസൾട്ടന്റിനെ വിഷമിപ്പിക്കേണ്ട എന്നുള്ള രീതിക്ക് എടുത്തു വരുന്ന ആൾക്കാരുണ്ട്. സ്റ്റിൽ അവരുടെ നീഡ് അവിടെ ഫുൾഫിൽ ആവുന്നില്ല. സോ ആ ഒരു സിറ്റുവേഷനും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നത്. ഇതെല്ലാം പറയുന്നത് എൻ്റെ പെർഫ്യൂം എൻ്റെ ഐഡൻറ്റിറ്റിയാണ്. അതെ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു വസ്ത്രം വാങ്ങാൻ പോകുമ്പോൾ ഒരു സ്ത്രീക്ക് ഒരു ആഗ്രഹമുണ്ട്, ഈ വസ്ത്രം വേറെ ആർക്കും ഉണ്ടാവരുത് എന്ന് പറയുന്ന പോലെ ഞാൻ വരുമ്പോൾ എൻ്റെ സ്മെല്ല്. അങ്ങനെ ഒരു ലോകത്തേക്കാണ് നിങ്ങളുടെ യാത്ര ഇനി. പുതിയ തലമുറ അങ്ങനെ ആയിരിക്കാം ചിന്തിക്കുന്നത്. ഓക്കെ, ഗുഡ്. പെർഫ്യൂം പൊതുവെ എടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായി പെർഫ്യൂം യൂസ് ചെയ്യാൻ അറിയുന്നവരുണ്ട്, അതിനെക്കുറിച്ച് നോളജ് ഉള്ളവരുണ്ട്. പക്ഷെ പൊതുവേ നമ്മുടെ നാട്ടിൽ ഒരു ഫംഗ്ഷന് പോകുമ്പോഴും പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാഴ്ച, ആ പെർഫ്യൂം അങ്ങനെ എടുത്തിട്ട് ഒരു വീശലാണ്. അങ്ങനെയാണോ പെർഫ്യൂം അടിക്കേണ്ടത്? ഒരിക്കലും അല്ല. കാരണം നമ്മുടെ ഇവിടെ ഉള്ള ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് എത്ര അടിക്കുന്നോ അത്രയും സ്മെല്ല് ലാസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. അതൊരിക്കലും അങ്ങനെ ലാസ്റ്റ് ചെയ്യില്ല. ഇപ്പം ഒരു പെർഫ്യൂം യൂസ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ പൾസ് പോയിന്റ്സിൽ അപ്ലൈ ചെയ്യുന്നതാണ്. അത് പെട്ടെന്ന് ഇവോപ്പറേറ്റ് ചെയ്യാനും, നമ്മളിപ്പം ഒരുപാട് ഹാൻഡ് ആക്ഷൻസ് കാണിച്ച് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ സ്മെല്ല് നമ്മുടെ ബോഡിയിൽ ലിങ്കർ ചെയ്യും. അതല്ലാതെ ഇപ്പം നല്ല സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക അത്യാവശ്യം സ്ട്രെങ്ത് കൂടിയ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പെർഫ്യൂംസ് ആണ്. ഇതിലിപ്പം പെർഫ്യൂംസിൽ കോൺസെൻട്രേഷൻസ് ഉണ്ട്. അപ്പോൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പെർഫ്യൂംസ് ആണ്. അതും നമ്മൾ ഒരുപാട് യൂസ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് കുറച്ചൊരു എമൗണ്ട് മാത്രം യൂസ് ചെയ്യുക. അത് തന്നെ ആ ഒരു ബോഡിയിൽ അങ്ങനെ ലാസ്റ്റ് ചെയ്യും. എവിടെയാണ് ശരിക്കും നമ്മൾ പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നത്? അതായത് പൾസ് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ റിസ്റ്റില്, ഇവിടെ, പിന്നെ ഈ ഒരു 2 ഏരിയാസിൽ. അതെ, ഇതാണ്. വസ്ത്രത്തിൽ അടിക്കുമ്പോൾ അത് അവിടെ തന്നെ ഡിസോൾവ് ആയി നിൽക്കുകയുള്ളൂ. സ്മെല്ല് ഒരിക്കലും ലിങ്കർ ആവില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ ചില ആൾക്കാർ പെർഫ്യൂം അടിച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുന്നത് കാണാം. ഒരിക്കലും റബ്ബ് ചെയ്യാനും പാടില്ല. ബിക്കോസ് ഒരു പെർഫ്യൂം മൊത്തത്തിൽ നമ്മൾ എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഡാബ് ചെയ്ത് വിടുക, അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങനെ തന്നെ വിടുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഒരു നോട്ട്സും കാര്യങ്ങളും ആ ഒരു പെർഫ്യൂം കംപ്ലീറ്റ്ലി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക. നിങ്ങൾക്കതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഇത് ബ്ലെൻഡ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടോ? നമ്മൾ ഹയർ ചെയ്യുന്നത് തന്നെ പെർഫ്യൂം ലവേഴ്സിന് മാത്രമാണ്.
വിച്ച് മീൻസ് അവർക്ക് ചെയ്യുമ്പം അത് കുറച്ചും കൂടെ എൻജോയബിൾ ആയിരിക്കണം. അവർക്കൊരു മടുപ്പ് ഫീൽ ചെയ്യാൻ പാടില്ല. ഒരു കസ്റ്റമർ അറ്റൻഡ് ചെയ്യുമ്പോഴായാലും പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴായാലും, ഞാനൊരു സെയിൽസ് കൺസൾട്ടന്റ് ആയിട്ട് മുന്നോട്ടേക്ക് വന്ന ഒരാളാണ്. സോ ഞാൻ എങ്ങനെയാണോ വളർന്നത് അതേപോലെ തന്നെ വളരാൻ വേണ്ടിയിട്ട്, അങ്ങനെ തന്നെ ഇവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്റ്റാഫിനെ ഹയർ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. താങ്കളുടെ തലമുറ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു തലമുറയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലരും എന്നോട് പറയാറുണ്ട് ഈ ജെൻസി വലിയ പ്രശ്നക്കാരാണ്. അത് ടോട്ടലി ഞാൻ അഗ്രി ചെയ്യാത്ത ഒരാളാണ്. നല്ല കുട്ടികളാണെന്ന് പറയുന്ന ആൾക്കാരാണ് എന്നെ പോലുള്ള കുറച്ച് പേരെങ്കിലും. ചിലപ്പോൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. കാരണം ഈ തലമുറയെക്കുറിച്ച് മുൻ തലമുറയ്ക്ക് പറഞ്ഞ ബ്രോ, വൈബ്, ചിൽ എന്നൊക്കെ പറഞ്ഞ് വെറുതെ കറങ്ങി നടക്കുന്ന ഒരു തലമുറ. അങ്ങനെയാണോ നിങ്ങൾ? ഒരിക്കലും അല്ല. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ സ്പെക്ട്രം വലുതാണ്. ഈ ജെൻസി എന്ന് പറയുമ്പം നമ്മൾ ജനറലൈസ് ചെയ്യുന്നത് ഒരു വലിയ കൂട്ടത്തിനെയാണ്. സോ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഇത് പറയുമ്പം ഞാൻ ഒരിക്കലും ജെൻസി ഉള്ള ആളെപ്പോലെ സംസാരിക്കുന്ന ഒരാളല്ല. ഐ ബിലീവ് ഞാൻ കുറച്ചും കൂടെ മെച്ചുവർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് ജെൻസിയിൽ. ഇപ്പം മില്ലേനിയൽസിലും എല്ലാവരും പെർഫെക്റ്റ് അല്ല. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ വളർന്നു, പിന്നെ ഒരുപാട് സോഴ്സസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഡിഫറൻസ് ആയിരിക്കാം മേ ബി. പക്ഷെ ഒരു സ്റ്റീരിയോടിപ്പിക്കൽ ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല. പഴയ തലമുറ എന്ന് പറയുന്നത് ഒരു ആൺകുട്ടി പെൺകുട്ടി സൗഹൃദം, അതൊക്കെ ഒരു കാലത്ത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു കാലമാണ്. പക്ഷെ ഇന്ന് വളരെ, ഇപ്പോൾ എൻ്റെ പോലുള്ള പാരൻസ് പോലും വി സ്റ്റാർട്ടഡ് അക്സെപ്റ്റിംഗ് സ്റ്റുഡൻസ്, വി സ്റ്റാർട്ടഡ് അക്സെപ്റ്റിംഗ് അവർ ചിൽഡ്രൻ. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ സൗഹൃദങ്ങൾ നന്നായി സൂക്ഷിക്കാൻ ജെൻസി പഴയ തലമുറയെക്കാളും മുന്നിലാണോ? ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റീരിയോടൈപ്സ് അത് ഒരു തിങ്ങായിട്ട് തോന്നുന്നില്ല. കാരണം സൗഹൃദങ്ങളായാലും അത് ആ ഒരു രണ്ട് ഇൻഡിവിജ്വൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. അത് ജെൻസി ആയാലും ഈവൻ ജെൻഡർ സ്പെസിഫിക്കലി പറയുകയാണെങ്കിലും ആ ആൾക്കാർ വിചാരിക്കണം അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണോ വേണ്ടേ എന്നുള്ളത്. ഇപ്പം നല്ല സൗഹൃദങ്ങളും ഉണ്ടാവും, നല്ലതല്ലാത്ത സൗഹൃദങ്ങളും ഉണ്ടാവും. സോ അത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ആ രണ്ട് ഇൻഡിവിജ്വൽസിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. താങ്കളുടെ ഈ സംരംഭക ജേണിയിൽ ഹാർഡ്ഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ? മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു വിഷമം തോന്നിയിട്ടുണ്ടോ? ഞാൻ ഈ പറഞ്ഞ പോലെ സാറ് പറഞ്ഞല്ലോ 21-ാം വയസ്സിൽ ഈ ഒരു ലെവൽ എത്തി എന്നുള്ളത് പറഞ്ഞതുപോലെ അത് വേണമെങ്കിൽ നമുക്ക് രണ്ട് രീതിക്ക് എടുക്കാം. അതായത് ഷീസ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 21. അതല്ലാതെ ഒരു കൂട്ടം ആൾക്കാരുണ്ട് 21 അല്ലേ ഉള്ളൂ, എവിടെ എത്താനാ, കൂടിപ്പോയി കഴിഞ്ഞാൽ 2 കൊല്ലം പോവായിരിക്കും, അതിനുശേഷം ഇടിയുന്നു ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. സോ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഹാർഡ്ഷിപ്പ് മെയിൻലി ഇത് തന്നെയാണ്. അതായത് ഒരു വാലിഡേഷൻ, അതെ, ക്രിറ്റിസിസം, പിന്നെ വാലിഡേറ്റ് ചെയ്യാതെ വരുന്നൊരു സിറ്റുവേഷൻ. ക്രിറ്റിസിസം മെയിൻലി എനിക്ക് തോന്നുന്നു ജെൻസി ആയതുകൊണ്ടായിരിക്കാം. അതായത് ആൾക്കാരുടെ ഇടയിൽ ഒരു ജനറൽ ചിന്താഗതിയുണ്ട്, ഇങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, ഇത് ഇത്രേ പോവുള്ളൂ എന്നുള്ള ചിന്താഗതി ആയിരിക്കാം മേ ബി അതിനുള്ള റീസൺ. കാരണം അവര് പെട്ടെന്ന് ഇട്ടിട്ട് പോകുന്ന ഒരു തലമുറയാണ്, ഫെയിലിയറിനെ നേരിടാൻ മടിയുള്ള, ലേസിയാണ്, മടുപ്പുള്ള ആൾക്കാരാണ്, അങ്ങനെ കുറെ മിസ്കൺസെപ്ഷൻ. അതെ, എക്സാക്ട്ലി. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, ജനറിക്കായിട്ട് നമുക്കത് പറയാനും പറ്റില്ല. താങ്കളുടെ ഈ സ്ഥാപനം ഇപ്പോ വളർച്ചയുടെ പാതയിലാണ്, 3 അടുത്തതിലേക്ക് പോവുകയാണ്. ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് നന്നായി പഠിച്ചിട്ടാണോ ഇതിലേക്ക് ഇറങ്ങിയത്? എക്സാക്ട്ലി. അതായത് ഞാൻ സോൾലി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു ഇമോഷണൽ കണക്ഷൻ വെച്ചിട്ടാണ്. അതായത് പെർഫ്യൂംസിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ ആ ഒരു ഇഷ്ടം മാത്രം നമ്മളെ എപ്പോഴും മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മാർക്കറ്റ് സ്റ്റഡി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്തത്. മാർക്കറ്റ് സൈസ് എന്താണ് ഇന്ത്യയുടെ? അതായത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് സൈസ് അത് പെർഫ്യൂംസിൽ വരുമ്പോൾ 10,000 CR വരെയാണ് 2025. 2030 ആകുമ്പോഴേക്കും അത് 20,000 CR ആയിട്ട് ഡബിൾ ചെയ്യാനുള്ള സാധ്യതകളാണ് മുന്നോട്ടേക്കുള്ളത്. നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? ഫ്യൂച്ചർ പ്ലാൻസ് എപ്പോഴും റീറ്റെയിൽ പ്രസൻസ്, ബ്രാൻഡ് പ്രസൻസ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പം ഇൻ ഹോൾ ഇന്ത്യ, ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മളൊരു പെർഫ്യൂം എന്ന് പറയുമ്പം ആൾക്കാരുടെ മൈൻഡിൽ എപ്പോഴും വരിക അറബ് കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസ്, ഫ്രാൻസ് ഒക്കെ. അതെ, ഫ്രാൻസ് ഒക്കെയാണ്. ഈവൻ ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ റോ മെറ്റീരിയൽസ് സോഴ്സ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നിന്നാണ്. സാൻഡൽവുഡ്, യൂക്കലിപ്റ്റസ്, ഇതൊക്കെ സോഴ്സ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്. പക്ഷേ എല്ലാ കാര്യത്തിലും കൾച്ചറലി സ്പിരിച്വലി റിച്ച് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ. സ്റ്റിൽ പെർഫ്യൂം ഫീൽഡിൽ ഇത്രയും സോളിഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിട്ടും പെർഫ്യൂം ഫീൽഡിൽ ഇന്ത്യയുടെ പേര് നമ്മൾ എവിടെയും കേൾക്കില്ല. സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എൻ്റെ ബ്രാൻഡ് ആ ഒരു ലെവലിലേക്ക്, ഒരു ഇന്ത്യൻ ബ്രാൻഡ്, പ്രീമിയം ഇന്ത്യൻ ബ്രാൻഡ് എന്നുള്ള ആ ഒരു ലെവലിലേക്കാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ആ സ്വപ്നം, എക്സ്പാൻഷൻ, വിഷൻ എന്താണ്? റീറ്റെയിൽ എക്സ്പാൻഷൻ ആണ്. 2027 ആകുമ്പോഴേക്കും ഒരു 50+ സ്റ്റോഴ്സ് ആണ് നമ്മൾ. വെരി ഗുഡ്. അപ്പോൾ എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാനാവും? 500+ ആൾക്കാർക്ക് തൊഴിൽ. 21 വയസ്സുള്ള താങ്കൾ ഇവിടെ എന്നോട് പറയുന്നത് 50, അതായത് 50 സ്റ്റോറിലേക്ക് 2 വർഷം കൊണ്ട് എത്തിക്കണം, 500 പേർക്ക്
തൊഴിൽ കൊടുക്കണം എന്നൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലേ? അതെ. പക്ഷെ ഈ വളർച്ചയുടെ പാതയിൽ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കാൻ സാധ്യതയുള്ള കാര്യം എന്താണ്? തടസ്സമായിട്ട് നിൽക്കാൻ സാധ്യതയുള്ളത് ഫണ്ടിങ് ആയിരിക്കും. Okay. അതായത് ഇതിപ്പോ ഓർഗാനിക് ആയിട്ട് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും, ഒരു ഹാർഡ്ഷിപ്സോ കോൺഫ്ലിക്ട്സോ ഒന്നുമില്ല. പക്ഷെ നമുക്ക് അവിടെ എത്താൻ പറ്റുമെങ്കിൽ അത് ടൈം എടുക്കും. പക്ഷെ ആ ഒരു ടൈം എടുക്കുന്നത് അത്രയും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 2030 ആകുമ്പോഴേക്ക് ഇതാണ് ഇൻഡസ്ട്രിയുടെ മാർക്കറ്റ് വാല്യൂ. സോ ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പം കുറച്ചും കൂടെ ഒരു കാറ്റലിസ്റ്റ് പോലെ വർക്ക് ചെയ്യാൻ ഈ ഫണ്ടിങ് ആവശ്യമുണ്ട്. സോ അതാണ് എനിക്കൊരു ഹാർഡ്ഷിപ്പ്. എന്തുതരം ഫണ്ടിങ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ നോക്കുന്നത് മെയിൻലി ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെയാണ്, ഒരു മെന്റർഷിപ്പ് തരാനും ഹെൽപ്പ് ചെയ്യാനും പറ്റുന്ന, ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന. അതെ, ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല, അവർ നിങ്ങളെ കൂടെ നിൽക്കണം, കൂടെ നിൽക്കാൻ പറ്റുന്ന ആളെയാണ്. പക്ഷെ നിങ്ങൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതെ, കാരണം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു വിത്തിൻ 8 months നമ്മളിപ്പോ ഒരു 6 കൺഫേംഡ് സ്റ്റോഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. 8 months കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 2027 ഞാൻ ഈ പറഞ്ഞ പോലെ കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫണ്ടിങ്ങും കൂടെ ഉണ്ടെങ്കിൽ 50 stores ആർ വെരി ഈസി. പ്രോഫിറ്റബിൾ ആയോ നിങ്ങൾ? അതെ, അതായത് വിത്തിൻ 3 months നമ്മൾ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത് 3 months തന്നെ പ്രോഫിറ്റ് മാർജിൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പ്രോഫിറ്റബിൾ ആയിട്ടാണ്. പ്രോഫിറ്റബിൾ ആയിട്ടാണ്. യെസ്, അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഭയങ്കര ചെയർഫുൾ ആണ്. നമ്മുടെ ബ്രാൻഡ് ആയാലും കാര്യങ്ങളായാലും ഭയങ്കര ഈസിയാണ്, പിയർ ആണ്, എല്ലാവരും മാനേജ് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. കാരണം എല്ലാവരും ഒരേ ടേസ്റ്റ് ഉള്ള ആൾക്കാരാണ്. സോ ഇറ്റ്സ് വെരി ഈസി. നമ്മളൊരു നല്ല ഇൻവെസ്റ്റേഴ്സ് വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വളർത്താൻ പറ്റുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് പ്രോഡക്റ്റ് ഓർ മോഡലാണ്. അതെ, അതായത് ഒരു പുതിയ കോൺസെപ്റ്റ് ആണ് ഇത്. ഇനിയും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഡൈയിങ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിലല്ല നമ്മൾ കൊണ്ടുപോയിട്ട് ഈ ഒരു സംഭവം ചെയ്യുന്നത്, മറിച്ച് എപ്പോഴും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. സോ ദർ ഈസ് ലൈക്ക് എ ഹ്യൂജ് ചാൻസ് ടു വിൻ. ഈ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലുള്ളത്, ഞാൻ ഏതോ ഒരു 42 വയസ്സുള്ള ഒരു യുവതിയോടാണ് സംസാരിക്കുക എന്നാണ്. 21 വയസ്സിൽ ഈ പക്വത എവിടെ നിന്ന് കിട്ടി? ലൈഫ് എക്സ്പീരിയൻസസും നമ്മൾ മീറ്റ് ചെയ്യുന്ന ആൾക്കാരും ആണ് ലെസൺസ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അവരുടെ സ്റ്റോറീസും കേൾക്കും, ഞാൻ എൻ്റെ സ്റ്റോറീസ് ഷെയർ ചെയ്യുമ്പം അവിടെ ഉണ്ടാവുന്ന ഒരു കോമൺ ഫാക്ടറില്ലേ, അതാണ് ഡ്രൈവ് ചെയ്തതെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു എക്സ്പീരിയൻസ് മാറ്റർ. താങ്കളുടെ പാർട്ട്ണർ എന്ന് പറയുന്ന വ്യക്തിയും താങ്കളും കൂടി ചേർന്ന് ചെറിയ രീതിയിൽ തുടങ്ങി. ഇതിപ്പോ പ്രൈവറ്റ് ലിമിറ്റഡ് ആണോ? പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ബോർഡ് മെമ്പേഴ്സ് ആയിട്ട് എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ? അതായത് നമുക്ക് ഇപ്പൊ തന്നെ ഓൾറെഡി ഞാനും ഷാസിയാണ് ഹെഡ് ആയിട്ട് നിൽക്കുന്നത്. അതിന്റെ താഴെ സെയിൽസ് ഹെഡ് ആയിട്ടും സ്റ്റോർ മാനേജേഴ്സ് ആയിട്ടും സ്റ്റോർ ഇൻചാർജ് ആയിട്ടും പിന്നെ റീറ്റെയിൽ ട്രെയിനിങ്ങിന് മാത്രം നമുക്ക് വേറൊരു സ്പെസിഫിക് ഏരിയയും കൂടെ ഉണ്ട്. താങ്കൾ തുടക്കം കുറിച്ചത് കോഴിക്കോടാണ്, പിന്നീട് തീരുമാനമെടുത്തത് ദുബായിലാണ്. ഈ 2 സ്ഥലങ്ങളും മറന്നോ? ഒരിക്കലും ഇല്ല. എൻ്റെ എപ്പോഴത്തെ ആഗ്രഹം എന്ന് പറയുന്നത് കോഴിക്കോട് ഒരു സ്റ്റോർ വേണം എന്നുള്ളതാണ്. കാരണം എങ്ങനെ പോയി കഴിഞ്ഞാലും വീട്ടുകാർക്കൊരു അഭിമാനം എന്ന് പറയുന്നത് ഹോം ടൗണിൽ തന്നെ ഒരു സ്റ്റോർ ഇടുക എന്നുള്ളതാണ്. ദുബായ് പോണം, പക്ഷെ ഇപ്പൊ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മാർക്കറ്റാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ദുബായിലും വൈകാതെ എത്താനുള്ള ഇതുണ്ട്. വളരെ ചെറുപ്രായത്തിൽ തന്നെ സംരംഭകയായതാണ്, ചെറുപ്രായത്തിൽ തൊഴിലിറങ്ങിയതാണ്. സാഹചര്യങ്ങളായിരിക്കാം താങ്കൾ ആ തൊഴിലേക്ക് എത്തിച്ചത്. 21 വയസ്സിൽ ഓൺട്രപ്രണർഷിപ്പിലോട്ടും കടന്നു. യുവതലമുറയിൽ പൊതുവെ സ്ത്രീകൾ പൊതുവെ സംരംഭത്തിലോട്ട് ഇറങ്ങാൻ മടിക്കാറുണ്ട്. ഇറങ്ങുകയാണെങ്കിൽ തന്നെ വളരെ ലേറ്റ് ആയിട്ടുള്ള ഏജിലാണ്. ഞാൻ ഈ സ്പാർക്കിൻ്റെ ഇൻ്റർവ്യൂവിൽ തന്നെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തല്ലേ വളരെ കുറച്ചുകൂടി പ്രായം ഉള്ളവരാണ്. ആൺകുട്ടികൾ 14 വയസ്സിൽ സംരംഭം തുടങ്ങിയൊരു പയ്യനെ ഞാൻ അവിടെ നിന്ന് ഇൻ്റർവ്യൂ ചെയ്ത് വളരെ വൈറലായിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഈ പ്രായത്തിൽ വന്നത് താങ്കളായിരിക്കാം. ആ യുവതലമുറയിലെ പെൺകുട്ടികളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ഒരിക്കലും ഈ 18 വയസ്സിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നോ 21 വയസ്സിൽ ഇങ്ങനെ വന്നിരിക്കണമെന്നോ ഞാൻ പറയില്ല. എല്ലാം ചോയ്സ് ആണ്. അതായത് ഒരിക്കലും വേറൊരാളുടെ ഒപ്പീനിയൻ നമ്മുടെ ലൈഫിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കുക. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക, ഫാമിലി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. രണ്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. സോ അതൊരാളുടെ ചോയ്സ് അനുസരിച്ചിട്ടാണ് വരിക. ഇനിയിപ്പം എന്താണോ ആഗ്രഹമുള്ളത് അത് മുന്നോട്ടേക്ക് ചെയ്യുക. പിന്നെ എപ്പോഴും ഒരു തേർഡ് പേഴ്സണോട് നമ്മൾ കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ ഒപ്പീനിയൻ വാങ്ങിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ നമുക്കത് ഓക്കെ ആയിട്ട് തോന്നണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. അതാണ് എനിക്ക് പറയാനുള്ളത്. ആ പാലറ്റ എന്ന് പറയുന്ന ബ്രാൻഡുമായി ഒരു വലിയ സ്വപ്നത്തിൻ്റെ ചിറകിലേറി ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദിൽനയും ഷാസിയും. അതെ, അതിനോടൊപ്പം നല്ല കരുത്താർന്ന ഒരു ടീമുണ്ട്. ഉയരങ്ങളിലെത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. നിങ്ങൾ കേട്ടു, ദിൽന എന്ന 21 വയസ്സുകാരിയായ 24 വയസ്സുള്ള ഷാസിയുമായി ചേർന്ന ഒരു സംരംഭം. അവർ പെർഫ്യൂംസ്, നമുക്കൊക്കെ പെർഫ്യൂമിനോടൊരു ഭ്രമം എല്ലാവർക്കും ഉണ്ട്. ദിൽനയുടെ വാക്കിൽ പറഞ്ഞാൽ
നമ്മളെവിടെയെങ്കിലും ചെല്ലുമ്പോൾ നമ്മൾ നന്നായി വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്ന കോംപ്ലിമെൻറ്റിനേക്കാളും നല്ലതാണ് നമ്മുടെ സ്മെല്ല് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. അതെല്ലാവർക്കും ഒരു വീക്ക്നെസ് തന്നെയാണ്. ബ്രാൻഡിനോടൊരു ഭ്രമവും അല്ലെങ്കിൽ ഞാൻ ഇന്ന ബ്രാൻഡാണ് അടിച്ചിരിക്കുന്നത് എന്ന അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു തലമുറയിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന യുവാക്കൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അവർ പുതിയ ജനറേഷനാണ്. അവർ പറയുന്നത് എൻ്റെ സ്മെല്ല് വേറെ ആർക്കും ഉണ്ടാവരുത്. അത് കസ്റ്റമൈസേഷനാണ്. ആ കസ്റ്റമൈസേഷനിലേക്കുള്ള ലോകത്തിലേക്ക് തുറന്നിടുകയാണ് ഇവരൊക്കെ പുതിയ വാതിലുകൾ. അവരൊരു ബ്രാൻഡുമായി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 3 സ്റ്റോറുകൾ തുറക്കാനിരിക്കുന്നു. ഇനി 50ലേക്കുള്ള യാത്ര, 500 പേർക്ക് തൊഴിൽ കൊടുക്കാനുള്ളൊരു യാത്ര. ഓൾറെഡി 25 പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. നമുക്കൊക്കെ അഭിമാനിക്കണം. കാരണം നമ്മുടെ യുവതലമുറ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. നമ്മൾ വളരെ ബിൽനയുടെ ഭാഷ പറഞ്ഞ സ്റ്റീരിയോ ടൈപ്പായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കാം. അവർ വളരെ പാഷനേറ്റാണ്. അവരുടെ പാഷൻ തിരിച്ചറിഞ്ഞാൽ നമ്മളൊന്നും പിടിച്ചാൽ കിട്ടില്ല ഇവരെ. അത്രയ്ക്ക് വളർച്ച ഉണ്ടാവാൻ സാധ്യതയുള്ളവരാണ് ഇവരെ. ഇതെല്ലാം വളരെ അഭിമാനം തോന്നുന്നു. 21 വയസ്സിൽ ഈ ഹോട്ട് സീറ്റിൽ വന്ന് ഒരു 42 വയസ്സുള്ള വ്യക്തിയുടെ പക്വതയോടുകൂടി ഈ പ്രേക്ഷകർക്ക് മനസ്സിലാവും താങ്കളുടെ പാഷൻ എന്താണെന്ന്. ജീവിതത്തിൽ പല തിരിച്ചടികളും സാഹചര്യങ്ങളും താങ്കൾക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പാഷൻ തിരിച്ചറിഞ്ഞ് അതിൻ്റെ പുറകെ പോയി വളരെ വലിയ ബ്രാൻഡ് പടുത്തുയർത്തുമെന്ന് എനിക്ക് ഉറപ്പാണ്. താങ്കൾ പറഞ്ഞ വാക്ക് ആ വാക്ക് പൊന്നായി തീരട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം, നമ്മുടെ രാജ്യത്തു നിന്ന് ഒരു വലിയ ബ്രാൻഡ് ഉയർത്താൻ നിങ്ങളെപ്പോലുള്ള യുവതലമുറയ്ക്കേ സാധിക്കുകയുള്ളൂ. നാളെ ഇന്ത്യയിൽ നിന്ന് ഒരു വലിയ ബ്രാൻഡ് ഉണ്ടാക്കിയതിൻ്റെ ക്രെഡിറ്റ് താങ്കൾക്കായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ കാറ്റഗറിയിലിരിക്കുന്ന ജെൻസി, ഞാനുമൊക്കെ അവരെ സ്നേഹിക്കുന്ന ഒരാളാണ്. അവരുമൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ. വലിയൊരു ബ്രാൻഡ് പടുത്തുയർത്താനാവട്ടെ. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു.